നമ്മൾ ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ടും ഒരു ഏറ്റവും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പാർട്ടാണ് ഇൻ്റർവെൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം ഇതുപോലൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഓഡിയൻസിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവെൽ പ്ലേസ് ചെയ്യേണ്ടത് ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് എഴുതുന്ന സമയത്തും അത് മൈൻഡിലുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ട സമയത്ത് ഓഡിയൻസൊക്കെ ആണെങ്കിലും കുറേ പേരിങ്ങനെ എന്തോ വണ്ടടിച്ച് പോയിട്ടാണ് ഒരു ചോദ്യത്തിലാണ് അത് നിന്നിട്ടുണ്ടായിരുന്നത്. പലരും പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പലരും പല ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് മൈൻഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സ് ആണ് പടത്തിന് ഇൻട്രോവെല്. അപ്പോൾ ശരിക്കും അത് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഓൾറെഡി ഷോർട്ട് ഫിലിം കണ്ട ഒരു 2 മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് കണ്ടിട്ട് സെയിം സാധനം സിനിമയിൽ വന്ന സമയത്ത്, അതൊരു ക്രൂഷ്യൽ പോയിന്റിൽ വന്ന സമയത്ത് അത് ഓൾറെഡി പ്രെഡിക്റ്റ് അറിയാവുന്ന സാധനമാണല്ലോ. അപ്പോൾ അത് വരുമ്പോൾ അത്ര ഇമ്പാക്റ്റ് കിട്ടാതെ പോകുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് പടത്തിലെ ഏറ്റവും ചലഞ്ചിങ് സാധനം അതായിരുന്നു. അപ്പോൾ അത് ഷോർട്ട് ഫിലിമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഷോർട്ട് ഫിലിമിനേക്കാൾ ഒരു പടിയെങ്കിലും മേളിൽ നിൽക്കുന്ന രീതി അത് വർക്കൗട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അത് പിന്നെ പിള്ളേരെല്ലാം കട്ടക്ക് നിന്നു. അതായത് പെർഫോമൻസ് വൈസ് ആണെങ്കിലും എഡിറ്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സിനിമോഗ്രാഫി ആണെങ്കിലും എല്ലാവരും കൂടി അങ്ങ് വെച്ച് സെറ്റ് ചെയ്ത് തന്നു. ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് എന്തായിരുന്നു ഇതിൽ? അല്ല, എല്ലാവർക്കും ഇത് കളക്റ്റീവ് വർക്കാണ്. ഉറപ്പായിട്ടും എല്ലാവരുടെയും സൈഡിൽ നിന്നുള്ള ഇൻപുട്സ് ഉണ്ട്. മീൻസ് നമുക്കിത് ഫൈനൽ കോൾ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഒരു സെറ്റിൽ മീൻസ് ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ 10ഓളം അഭിപ്രായങ്ങളുണ്ടാവില്ല, 100ഓളം അഭിപ്രായങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ എല്ലാം അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ അതിനകത്ത് ഏത് ശരി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫൈനൽ കോൾ. അതുപോലെ പല സ്ഥലങ്ങളിലും അതേപോലെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സ്ക്രിപ്റ്റിലാണെങ്കിലും ഇപ്പോൾ മെൽബിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ചീഫ് അസോസിയേറ്റ് ആണ്. അതുപോലെ എല്ലാ എഡിറ്ററുടെ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫറുടെ ആണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അവരുടെ സജഷൻസ് പറയും. അതങ്ങനെയാണ്, കളക്റ്റീവായിട്ട് തന്നെയാണ് നമ്മൾ സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ നിന്നും എക്സ്പാൻഡ് ചെയ്ത് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾക്കറിയാം ആ ഒരു തിങ്കിങ്, ഒരു ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്, കാരണം അതും എക്സ്പാൻഡ് ആവുക ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് ഫിലിമിലെ ആ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് എക്സ്പാൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? കാരണം ആൾക്കാരിലേക്ക് ആ ഷോർട്ട് ഫിലിമിലെ തന്നെ ഒരു അംശം ഈ സിനിമയിൽ നിന്നും മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് പിടികിട്ടാതെ പോവരുതെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് ട്രൈ ചെയ്തു അതിന് വേണ്ടിയിട്ട്. ഇപ്പം സ്പോയിലറാണ്. ഇപ്പോൾ തുടക്കം തൊട്ടേ നമ്മൾ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിലേക്ക് കാണിക്കുന്നത് ഇതേപോലെ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഓടുന്ന, അയാൾ വീഴുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ പടം തുടങ്ങി പടത്തിലൊരു ഓപ്പണിംഗ് സീക്വൻസ് കഴിഞ്ഞിട്ടും ആ സെയിം ചെയ്ത ആർട്ടിസ്റ്റിനെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓഡിയൻസ് അത് സ്റ്റീഫൻ ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോയാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച് അങ്ങനെ ചെറിയ പൊടിക്കൈകൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മാക്സിമം ആ ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം, ആ ഒരു പോർഷൻ സിനിമയിൽ വരുന്നത് ഏകദേശം ഒരു 15-20 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ആ 20 മിനിറ്റിന് മുമ്പും അതിനകത്തേക്കൊരു അത് തന്നെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവാതെ കൊണ്ടുപോകാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ടായി അറിയില്ല, ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് തിയേറ്ററിൽ കണ്ട ഓഡിയൻസിന് അത് മനസ്സിലാകും. നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലായിരിക്കും മേക്കിങ്ങിൽ. ഇപ്പോൾ ജോസ് സാറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ഷൻ, ഇപ്പോൾ രാഹുൽ സദാശിവൻ എടുക്കുകയാണെങ്കിൽ ഹൊറർ മൂവീസ് ജോണർ ട്രൈ ചെയ്യുന്നു. ഇപ്പം ജിത്തു സതീശൻ മംഗലത്ത് ഏത് തരം ജോണർ ട്രൈ ചെയ്യുന്നു? ഇപ്പോൾ ഈ ഒരു ജോണർ ട്രൈ ചെയ്തു, ഇനി മുന്നോട്ടാണെങ്കിലും ജോണർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അടുത്ത 1-2 സിനിമകൾ എന്തായാലും ഈ ഒരു റൂട്ടിൽ തന്നെ പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ജോണർ ഉണ്ടോ ഇതല്ലാതെ? ഇല്ല, എനിക്കിപ്പം ഇപ്പം കിട്ടുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ജോണർ സിനിമകൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ. അതിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിനിമകളുണ്ട്? ഉറപ്പായിട്ടും എനിക്കിപ്പോൾ ഇൻസെപ്ഷൻ, നോളൻ സിനിമകളെല്ലാം അങ്ങനെ. പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു ലൂപ്പ് പടം കാണുന്ന ട്രയാങ്കിളാണ്. ട്രയാങ്കിള്, ടൈം ക്രൈംസ്, അങ്ങനത്തെ ആ കൈൻഡ് ഓഫ് സിനിമകളെല്ലാം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഡാർക്ക്, ലോസ്റ്റിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്തൊരു ഇപ്പോൾ സ്റ്റീഫൻ കണ്ണു തുറക്കുന്ന ഒരു എക്സ്ട്രീം ക്ലോസ് അപ്പ് ഷോട്ട് ഉണ്ട്. അത് ഷോർട്ട് ഫിലിമിലുണ്ട്, ഇതിലുണ്ട്. അത് കറക്റ്റ് അതിൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത സാധനമാണ്. ഉറപ്പായിട്ടും ഇൻസ്പിറേഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ചുരുളി. ഓക്കെ, അതെ. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു കടുത്ത വിജയ് ആരാധകനാണ്. ഇപ്പം ആസ് എ ഫാൻ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ വിജയ് എന്നൊരു ആക്ടറിനെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, ഒരു പെർഫോമർ എന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ സിനിമയിലും ഇപ്പോൾ എന്താ പറയുക, മെർസൽ സിനിമയിൽ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്തേക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ട്. പിന്നെ വിജയ് ചെയ്യുന്നത് കൊണ്ട് ചില ആളുകൾ അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം ആക്ടർ തന്നെ, നല്ല ആക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം അദ്ദേഹം ഇവിടെ നിലനിൽക്കുന്നത്. ഒരു ആക്ടറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു
ഫാക്ടർ ഏതാ ഏതാ വിജയുടെ? എനിക്ക് ഹ്യൂമർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഗില്ലിയിൽ ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഭയങ്കര നൈസായിട്ട്, ഇപ്പോൾ മാസ്റ്ററിലാണെങ്കിലും മാസ്റ്റർ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പരിപാടി പിടിച്ചു പോകുന്നത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഫൈനലായിട്ട് അദ്ദേഹം എടുത്ത ഈ ഒരു ഡിസിഷനെ എങ്ങനെയാണ് കാണുന്നത് ഫാൻ എന്ന രീതിയിൽ? അല്ല, അത് പേഴ്സണൽ ഡിസിഷൻസ് ആണല്ലോ, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണല്ലോ. അതെ, അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും. ആസ് എ ഫിലിം മേക്കർ, ഹൗ യു ഡിഫൈൻ സിനിമ? ഒരു ഫിലിം മേക്കർ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഒരു ഫിലിം മേക്കർ ആവുന്നതിന് മുമ്പ് ഞാൻ ഒരു സിനിമ ആരാധകനാണ്, അല്ലെങ്കിൽ സിനിമ പ്രാന്തൻ എന്ന് പറയാം. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിനിമയെപ്പറ്റി സംസാരിക്കാനും സിനിമ കാണാനും അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്രൊഫഷനിലോട്ട് വരാനുള്ള ആ ഒരു സാധനവും ഇപ്പം സിനിമ കാണുന്നതും സിനിമ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് തന്നെ ഈ സിനിമ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പം ഈ ഒരു ജേർണി ഈ എപ്പോഴും സിനിമ കൂടെ ഉണ്ടാവുക, സിനിമ എൻ്റെ സന്തോഷമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതാണ്. ഓക്കെ, ഇനി ഈ ഒരു ജേർണി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി നല്ല സിനിമകൾ നമ്മൾ ഇനിയും കുഴപ്പിക്കുന്നതല്ല, അങ്ങനെ ഇതുപോലെ നല്ല എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ജോണേഴ്സ് മലയാളത്തിൽ വരട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.